ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സാധാരണക്കാർക്ക് പറ്റിയ 5 കിച്ചൺ ടൂർ വീഡിയോസ് ആണ് കേട്ടോ. ഞാൻ മുമ്പേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ആണെങ്കിലും എല്ലാം 5 കിച്ചണും ഒരൊറ്റ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കിച്ചണൊക്കെ തപ്പി നടക്കുന്നവർക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള കിച്ചണാണ്. എല്ലാം ഒന്നിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വിറകടുപ്പ്, ഗ്യാസ് അടുപ്പ് എല്ലാം ഒന്നിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കിച്ചണുകളാണ് കേട്ടോ. അപ്പോൾ 5 കിച്ചണും കാണാം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് കിച്ചൺ വരുന്നത്. കിച്ചൻ്റെ ഡോറാണ് കേട്ടോ ഇത്. ഡോർ ഓപ്പൺ ചെയ്താൽ വിശാലമായിട്ടുള്ളൊരു കിച്ചണാണ് കാണാൻ കഴിയുന്നത്. കിച്ചൻ്റെ വാളിലെല്ലാം വൈറ്റ് ടൈല്, ഫ്ലോറിലും വൈറ്റ് ടൈലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. കിച്ചണിലേക്ക് കിടക്കുമ്പോൾ തന്നെ റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ ഷോക്കേസ് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് കേട്ടോ ഈ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. ഷോക്ക് വേണ്ടിയുള്ള പാത്രവും ഗ്ലാസ്സുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ കബോർഡുകളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മലപ്പുറം ജില്ലയിൽ ഫാബ്രിക്കേഷൻ്റെ വർക്ക് എവിടെയും ചെയ്ത് തരുന്ന ടീമുണ്ട്. അവിടെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല നീറ്റായിട്ടുള്ള വർക്കാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. പിന്നെ ഇതാ ഇവിടെ നീളത്തിൽ കൗണ്ടർ ടോപ്പ് വരുന്നു. ഫ്രിഡ്ജിനായിട്ട് അവിടെ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട് കേട്ടോ. അവിടെ ഫ്രിഡ്ജും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇവിടെ കബോർഡുകളൊക്കെ വരുന്നു. നമ്മൾ എല്ലാ കബോർഡും അടച്ചിടുന്നതിന് പകരമായിട്ട് ഇടയ്ക്കൊക്കെ ചിലതൊക്കെ ഇതുപോലെ ഗ്ലാസ് എടുത്ത് ഓപ്പൺ ആക്കിയിടുന്നത് ഒന്നും കൂടി കിച്ചൻ്റെ ഭംഗി കൂട്ടും കേട്ടോ. ഇവിടെ ഗ്യാസ് അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് ജനലുണ്ട്. അടുത്ത് തന്നെ ആയിട്ട് ബോട്ടിൽസൊക്കെ വെക്കാനും ഗ്ലാസ് കൊണ്ട് തട്ടിട്ടും കൊടുത്തിട്ടുണ്ട്. ഇതാട്ടോ ഇവിടെ ആയിട്ട് തട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഫുഡ് കഴിക്കാനൊരു ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റോർ റൂമിന് പകരമായിട്ട് ഈ ഒരു ഭാഗം ഉള്ളിലേക്ക് കൊടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ഫെറോസിമെൻറ്റിൻ്റെ തട്ടിട്ട് കൊടുത്ത് ഫാബ്രിക്കേഷൻ്റെ ഡോറും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. സ്റ്റോർ റൂം ഇല്ലെങ്കിൽ ഇതുപോലൊരു അലമാര ഉണ്ടാക്കിയാൽ മതി. എല്ലാ സാധനങ്ങളും വെക്കാം. വലിയ വലിയ ബോട്ടിൽസൊക്കെ നമുക്ക് വെക്കാം. അതുപോലെ മുകളിലും റാക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എപ്പോഴും എടുക്കാത്ത പാത്രങ്ങൾ, വിറകുകളൊക്കെ വെക്കാനായിട്ട്. പിന്നെ ഇവിടെ ആയിട്ടാണ് വിറകടുപ്പ് വരുന്നത്. ഇത് ചിമ്മിണിയോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ വിറകടുപ്പ് കൊടുത്തിട്ടുള്ളത്. കിച്ചണിലേക്ക് കിടക്കുമ്പോൾ പെട്ടെന്ന് കാണാത്ത രീതിയിൽ തന്നെയാണ് കേട്ടോ ഇത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ കാസ്റ്റേറിൻ്റെ അടുപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ അടപ്പുള്ള സൈസ് അടുപ്പാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് സിങ്ക് കൊടുത്തിട്ടുള്ളത്. സിങ്കിൻ്റെ ഭാഗം പുറത്തേക്ക് വാർത്തുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് നല്ല സ്പേസും കിട്ടുന്നുണ്ട്. ഈ ഒരു ഭാഗമാണ് കേട്ടോ പുറത്തേക്ക് വാർത്ത് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇങ്ങനെ ഗ്രില്ലിട്ട് കൊടുത്തേക്കാണ്. പാത്രം വെക്കുന്നതൊക്കെ അവിടെ തന്നെ ആയതുകൊണ്ട് നമുക്ക് പാത്രം വെക്കുന്ന സമയത്ത് അതിലുള്ള വെള്ളമൊക്കെ സിങ്കിലേക്ക് തന്നെ വീയും. മറ്റെവിടെയും വൃത്തികേടാവുന്ന പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ നിങ്ങൾ സിങ്ക് കൊടുക്കുമ്പോൾ എപ്പോഴും ഒരു സെപ്പറേറ്റ് റാക്കനാക്കിയിട്ട് കൊടുക്കുക കേട്ടോ. അതാവും നന്നാവുക. അപ്പോൾ ഈ ഒരു കിച്ചൺ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ കിച്ചൺ വരുന്നത് ഇതാണ് കേട്ടോ. ഇതും അത്യാവശ്യം വലിയൊരു കിച്ചൺ തന്നെയാണ്. ഇതൊരു റിനോവേഷൻ ചെയ്തിട്ടുള്ള കിച്ചണും കൂടിയാണ് കേട്ടോ. മുമ്പ് ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ, ചെറിയൊരു വർക്കിംഗ് കിച്ചണേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി പിന്നീട് എടുത്തിട്ടുള്ള കിച്ചണാണ്. അപ്പോൾ ഇവിടെ ഇതാ റാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഷോക്കേസും ഈ ഒരു കബോർഡ് വർക്കൊക്കെ അലൂമിനിയം ഫാബ്രിക്കേഷനിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ ഡിസ്ക്രിപ്ഷനിലും താഴെയും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫാബ്രിക്കേഷൻ്റെ വർക്ക് ചെയ്യാൻ മലപ്പുറം ജില്ലയിൽ ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഇതാ ഇവിടെ ഗ്യാസ് അടുപ്പും സിങ്കും ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാട്ടോ ഇതിൻ്റെ ഈ ഒരു കൗണ്ടർ ടോപ്പിലുള്ള ഗ്രാനൈറ്റൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള കളറിലാണ് വരുന്നത്. ഇവിടെ ജനലും കൊടുത്തിട്ടുണ്ട്. കിച്ചൻ്റെ സെൻറ്ററിൽ ഇവിടെ ആയിട്ട് പുറത്തേക്കുള്ള ഡോറും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഇതാ റാക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മിക്സി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്രിഡ്ജ് ഉണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റോറും ഏരിയയും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല സൗകര്യങ്ങളുള്ളൊരു കിച്ചണാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് കിച്ചൺ കാണാം. മൂന്നാമത്തെ കിച്ചൺ കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ നെക്സ്റ്റ് കിച്ചണ്. ഇതൊരു വീട്ടിലെ വർക്കിംഗ് കിച്ചണാണ്. ഇത് നീളത്തിലുള്ള ഒരു കിച്ചണാണ് കേട്ടോ. ഇതിലും വിറകടുപ്പ്, ഗ്യാസ് അടുപ്പ് എല്ലാം ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫുഡ് കഴിക്കാനായി ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയുള്ളൊരു വർക്കിംഗ് കിച്ചണാണ്. ഇതിൻ്റെ ഫ്ലോറിൽ മാറ്റ് ഫിനിഷ്ഡ് ടൈലാണ് വച്ചിട്ടുള്ളത്. അതുപോലെ ഇവിടെ വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട്. ചിമ്മിണി കൊടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് മുകളിൽ ഷീറ്റ് ഇട്ട് കൊടുത്തേക്കാണ്. എന്നിട്ട് സീലിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ, ആ ഷീറ്റ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെയൊക്കെ ഇങ്ങനെ ഗ്രില്ല് കൊടുത്തുകൊണ്ട് തന്നെ വർക്കിംഗ് കിച്ചണിലേക്ക് പകൽ സമയവും ലൈറ്റ് ഇടാതെ തന്നെ നല്ല വെളിച്ചം കിട്ടും കേട്ടോ. പിന്നെ ഇവിടെ സിങ്കും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഗ്യാസ് അടുപ്പും അതുപോലെ
ഫുഡ് കഴിക്കാനൊരു ടേബിളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സൗകര്യമുള്ളൊരു വർക്കിംഗ് കിച്ചണാണ് കേട്ടോ. ഇതിൻ്റെ മുകളിൽ സീലിംഗ് വർക്ക് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കിച്ചൺ എനിക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. ഇത് പുറത്തേക്കുള്ള മുറ്റാണ് കാണുന്നത്. ഇനി നമുക്ക് നാലാമത്തെ കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം. ഇത് മുമ്പത്തെ കിച്ചണിൻ്റെ പോലെ നല്ല സൗകര്യമുള്ള നീളത്തിലുള്ളൊരു വർക്കിംഗ് കിച്ചണാണ്. ഇതിൽ തന്നെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നീളത്തിലാണ് കേട്ടോ കൗണ്ടർ ടോപ്പ് വരുന്നത്. ജനലൊക്കെ ഹൈറ്റ് കുറച്ചാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ കബോർഡ് വർക്കൊക്കെ ചെയ്യുന്ന മുകളിൽ കബോർഡ് വർക്ക് ഉണ്ടെങ്കിൽ ജനൽ ഇതുപോലെ ഹൈറ്റ് കുറച്ചിട്ട് കൊടുത്താൽ നമുക്ക് കിച്ചണ് ഇൻറ്റീരിയർ ചെയ്യുന്നവർക്ക് കൂടുതൽ ഉപകാരമാകും കേട്ടോ. പിന്നെ ഇവിടെ സിങ്കും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ കുറച്ചടുത്തായിട്ട് ഗ്യാസ് അടുപ്പും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കബോർഡ് വർക്ക് WPCയിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് ചെയ്തവരുടെ നമ്പർ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇവിടെ ഗ്യാസ് അടുപ്പും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു കിച്ചണിൽ ഇവിടെയായിട്ടാണ് കേട്ടോ വിറകടുപ്പ് കൊടുത്തിട്ടുള്ളത്. ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ചിമ്മിനിയോട് കൂടിയിട്ടുള്ള വിറകടുപ്പാണ്. ഇതിൻ്റെ മുകളിൽ ഗ്രാനൈറ്റ് തന്നെയാണ് കേട്ടോ പതിച്ചിട്ടുള്ളത്. ഇത് പുറത്തേക്കുള്ള ഡോറാണ്. വാളിൽ മൊത്തം വൈറ്റ് ടൈലാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കിച്ചണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇതാ 5ാമത്തെ കിച്ചണ്. നമ്മുടെ ചാനലിൽ ഒരുപാട് വ്യൂസ് കിട്ടിയ നല്ലൊരു കിച്ചണാണിത്. അപ്പോൾ ഇതിൻ്റെ കൗണ്ടർ ടോപ്പ് ഇവിടെ നീളത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ എല്ലാവരും ഒരു നെഗറ്റീവ് പറഞ്ഞത് ഈ ഒരു ഗ്യാസിൻ്റെ പൈപ്പ് ജനലിലൂടെ പുറത്തേക്ക് ഇട്ടതാണ് കേട്ടോ. അത് ഈ ഹൗസ് വാമിങ് കഴിഞ്ഞ ഉടനെ വീഡിയോ എടുത്തിട്ടാണ്. പിന്നീട് അത് പൈപ്പൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഫുഡ് കഴിക്കാനൊരു ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിലൊക്കെ മാറ്റ് ഫിനിഷ്ഡ് ടൈലാണ് പതിച്ചിട്ടുള്ളത്. ഇവിടെ ചിമ്മിനിയോട് കൂടിയിട്ട് വിറകടുപ്പ് നൽകിയിട്ടുണ്ട്. ഇതിലും ഇതാട്ടോ ഇവിടെ ചിമ്മിണി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുപ്പ് അകത്ത് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ചിമ്മിണി ഉണ്ടാക്കാൻ നോക്കുക. ഗ്രാനൈറ്റ് തന്നെയാണ് കേട്ടോ ഇവിടെ അടുപ്പിന് പതിച്ചിട്ടുള്ളത്. ഇവിടെ ഈ സിങ്കിൻ്റെ ഭാഗം പുറത്തേക്ക് വാർത്തുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളിലേക്ക് നല്ല സ്പേസും കിട്ടും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിങ്ക് കുറച്ചുകൂടി കുറച്ച് സിങ്കിൻ്റെ ദൂരം കുറച്ച് കൂടിപ്പോയിട്ടോ. കുറച്ചുകൂടി അടുത്തേക്ക് ആക്കാൻ നോക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് പാത്രം കേൾക്കുന്ന സമയത്ത് കുനിയേണ്ടി വരും. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക കേട്ടോ വീട് പണിയുന്ന സമയത്ത് തന്നെ. പിന്നെ ഇവിടെ സ്റ്റോർ റൂം നൽകിയിട്ടുണ്ട്. ഈ സ്റ്റോർ റൂമിനുള്ളിലാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു സ്റ്റോർ റൂം ഏരിയ ആയതുകൊണ്ട് തന്നെ നല്ല സൗകര്യമുണ്ട് കേട്ടോ. പലരും സ്റ്റോർ റൂം പണിയുമ്പോൾ ചെറുതാക്കി പണിയുന്നത് കാണാം. പക്ഷേ അത്യാവശ്യം ഇത്രയൊക്കെ വലുപ്പമാണ് കേട്ടോ ഒരു സ്റ്റോർ റൂം പണിയുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു കിച്ചണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നല്ല സൗകര്യമുള്ളൊരു കിച്ചണാണ്. അപ്പോൾ കൂടുതൽ ഹോം റിലേറ്റഡ് വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, നല്ലൊരു വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.